ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വ്ലോഗ്. അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇന്ന് ക്ലാസ്സുള്ള ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ടൈപ്പ് ഓഫ് വ്ലോഗാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് തികച്ചും പറയാൻ പറ്റില്ല, എന്നാലും കൈൻഡ് ഓഫ് ഒരു വ്ലോഗാണ്. സോ ഇന്ന് മാർക്കറ്റിങ്ങിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ മാർക്കറ്റിംഗ് ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. സോ ഇന്ന് പ്രസൻറ്റേഷനും കാര്യങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അറിയില്ല. സോ ഞാൻ വയ്യ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങൾ പ്രസൻറ്റേഷൻ ചെയ്യുന്നത്. ഞങ്ങൾ മാർക്കറ്റിംഗ് പഠിക്കാനായിട്ട് ഞങ്ങൾക്കൊരു കമ്പനി ഫോം ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈവൻറ്റ് മാനേജ്മെൻറ്റാണ് ചൂസ് ചെയ്തത്. ഒരു ലക്ഷറി ടൈപ്പ് ഹൈ ഒരു ഇതിൽ നിൽക്കുന്ന പ്രീമിയം സർവീസസൊക്കെ ഉള്ളൊരു ഈവൻറ്റ് പ്ലാനിങ് ആണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. സോ അതിൻ്റെ ഒരു ആഡ് പ്രൊമോഷൻ ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ബിഹൈൻഡ് ദ സീൻസൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. സോ അത് കാണാം. സോറി ഗൈസ്, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന പാടനെ ഒന്നങ്ങ് ആഡ് ചെയ്യുക, ആഡിൻ്റെ ഷൂട്ട് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പ്രസൻറ്റേഷൻ്റെ ഷൂട്ട് എടുക്കുക, ഇതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഓഫറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു ആഡ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, സ്ക്രിപ്റ്റ്. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഞങ്ങൾ കൂടെയുള്ള കുട്ടി കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ ഓളെ സ്ലാങ്ങും നമ്മളെ സ്ലാങ്ങും നല്ല വ്യത്യാസമുണ്ട്. നമ്മളതിൽ പറയുന്ന പല വാക്കും ഓരിൽ തീറിയും. നമ്മളിൽ പറയണ നമ്മൾ കാട്ട് എന്നൊക്കെ പറയണതിന് ഒരിത് ചപ്പ് ചവറെന്ന് പറയുക, അതായത് അവിടുത്തെ കച്ചറക്ക് പറഞ്ഞാണ് ചപ്പ്. അപ്പോൾ ഇവരോട് സംസാരിക്കുമ്പോൾ അനക്ക് എന്നുള്ളത് ഓർക്ക് എന്നാണ് ഓര് തിങ്ക് ചെയ്യണത്. സോ ഇങ്ക് എന്നുള്ളത് ഒരു ഞമ്മക്കും അങ്ങനെയാണ് നോക്കണത് ഒരു. സോ അവരോട് സംസാരിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടി ആയിരുന്നു ആദ്യം. ഇപ്പോൾ സംസാരിച്ചപ്പോൾ മനസ്സിലാവൽ തുടങ്ങിയിരിക്കണേ. അതെ കറക്റ്റ്. അങ്ങനല്ല, ഇങ്ങനെ നടന്നോ. Ready, 1, 2, 3, start. നിങ്ങളുടെ സ്വപ്നം അതെ എല്ലാവർക്കും നല്ല ഇതിൽ റെഡി 1, 2, 3 സ്റ്റാർട്ട്. അത് മാത്രമല്ല ബ്രൈഡൽ ഡ്രസ്സ്, ഫുഡ്, അക്കോമഡേഷന്, കാറ് എല്ലാം ഉണ്ട്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് SM പോകാമെന്ന്. അങ്ങനെ SM സ്ട്രീറ്റ് കറങ്ങി. അവിടെ ചെന്നപ്പോൾ ഉണ്ട് 50 രൂപക്ക് വരെ ഡ്രസ്സ് കൊടുക്കണം. അങ്ങനെ അവിടെ നോക്കി. പിന്നെ അതേമാതിരി എൻ്റെ ഫ്രണ്ടിന് ട്രൗസർ എടുക്കണേന്ന്, ട്രൗസർ പാൻറ് എടുക്കണേന്ന്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് കയറിയത്. അങ്ങനെ അവളെടുത്തിട്ടോ. എന്നിട്ട് അതിന് ശേഷം ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഒരു ആവശ്യമില്ലാതെ അങ്ങനെ കുറേ കടയിൽ കയറി ഇറങ്ങി. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ, നല്ല വിലക്കുറവിൽ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് SM സ്ട്രീറ്റിൽ നിന്ന് കേട്ടപ്പോൾ ഞാൻ എന്തോ വലിയ സംഭവമാണ്. ശരിക്ക് വെള്ളിയാഴ്ച മാർക്കറ്റ് ഇങ്ങനെ അതേപോലെ തന്നെ അതിന് നല്ല വെള്ളിയാഴ്ച മാർക്കറ്റ് തിരൂർ മൊത്തം ഉണ്ടെങ്കിൽ ഇങ്ങനെ അതേപോലെ തന്നെയാണ് SM സ്ട്രീറ്റിൽ നിന്നൊക്കെ പിന്നെ മനസ്സിലായി. ഞാൻ ഫസ്റ്റ് എന്തോ സംഭവം വിചാരിച്ച് പോയതായിരുന്നു. ഞങ്ങൾ ഇവിടെ കണ്ട മിക്ക ഡ്രസ്സിങ് റൂമിലും നിറച്ച് ലിപ്സ്റ്റിക് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടിട്ടോ, അവിടെ ലിപ്സ്റ്റിക് ഇടരുത്, ചുമരുമ്പോൾ തേക്കരുത് എന്നൊക്കെ. അതെ ഞങ്ങളെ സംഭവം കൊണ്ട് എന്നെടുക്കത് നോക്കി ഒരാൾ നോക്കണേ കണ്ട പിന്നെ കണ്ടത് മാത്രം. ഒരു പാലം കണ്ടപ്പോൾ അതിൻ്റെ മേലെ കയറണം എന്നായി. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മേലെ കയറി. സാധാ ബ്രിഡ്ജായിരുന്നു. പെയിൻറ്റ് പല പല കളറിൽ അടിച്ചെന്നുള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ ട്രെയിൻ നോക്കിയിരിക്കുകയാണ്. യെസ് ഗായ്സ്, ഞങ്ങൾ ട്രെയിൻ നോക്കിയിരിക്കുകയാണ്. ആകെ ടയർഡായിട്ടുണ്ട്. ടയർഡായിട്ടുണ്ട്.
നല്ല ഉറക്കം വരുന്ന ആൾക്ക് മാസ്റ്റർ പൊത്തി പിടിക്കുന്നത് കാണണ്ടേ മാസ്റ്റർ ആരും കണ്ട പ്രൊമോഷൻ ചെയ്യാ എപ്പോഴും ഇങ്ങനെ എല്ലോടുന്നാലും ബാക്കൊക്കെ നോക്കണത് മാസ്റ്റേർഡ് മോദകല്ല നോക്കണത് മാസ്റ്റേർഡ് ബാക്കൊക്കെ നോക്കണത് തപ്പി കോരാവുന്ന ആൾക്കാർ എന്താ പറഞ്ഞ തപ്പി കോരാവുന്ന ആൾക്കാർ കോരി ഞങ്ങള് ഇന്നലെ കണ്ടു ഇന്നലെ ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇന്നലെ ഫുഡ് കഴിക്കില്ലതാ ഇവിടെ ഇന്നലാണ് ഫുഡ് കഴിക്കില്ല പക്ഷെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ട്രെയിൻ ഉണ്ടെങ്കിൽ അവിടുന്ന് ശരിക്ക് അങ്ങനെ പറഞ്ഞു ഗൈസ്. പിന്നെ ഞങ്ങൾ കൂടെ രണ്ടാൾക്കാരും കൊണ്ട് അതുകൊണ്ട് കാണിച്ചു തരാം. ഞങ്ങൾ 5 പേരാണ് ഗൈസ്. ഇവരെ ഉണ്ടാവും ഗൈസ്. അവിടെ ശരിക്കും കണ്ണട വെക്കലുണ്ട്. കണ്ണട വെച്ചിരിക്കാം. കണ്ണട വെച്ചിട്ട് രസം എന്താ പറയുക ആ കണ്ണട വെക്കാൻ ഇഷ്ടമായത് കണ്ണട ഇഷ്ടം എനിക്ക് വെക്കാണ്ട് ഇഷ്ടമായിരുന്നു വെച്ചിട്ട് എന്നെ ഒരു നല്ലൊരു ഫേസ് കാർഡ് ഉണ്ട്. എന്താ പറയാ വേറെ ഒന്നും പറയാ ഏതായാലും പറയാൻ ദിസ് ഇസ് അഭിനയ, ദിസ് ഇസ് അനാമിക, നൈബർ ആൻഡ് ഓൾസോ 5ാം ക്ലാസ് മുതൽ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. ഇത് 1 month ഫ്രണ്ട്. ഇത് 1 month ഫ്രണ്ട്. പക്ഷെ ഇവൾക്ക് 3 year ഫ്രണ്ട്. ആക്ച്വലി 3 year അല്ല 3 year അല്ല 5 year ഉണ്ട്. 2 year കണ്ടുകൂട്ടാൻ മറന്നുപോയി. അപ്പോ അനക്ക് ഭാഗ്യം 2 വർഷം ഉണ്ടായില്ലേ? 3 വർഷം സഹിക്കേണ്ടി വന്നുള്ളൂ. 2 വർഷം ഒഴിവായി കിട്ടി. എൻ്റെ ഭാഗ്യം. ഞങ്ങൾ ട്രെയിനിൽ ഇപ്പോൾ 4:10 കാണിക്കണേ. 4 മണി ആയിട്ടുള്ളൂ. പക്ഷെ അതൊരു 15 minute ലേറ്റ് തോന്നുന്നു. ഞങ്ങൾ എന്നാണ് സത്യം മനസ്സിലാക്കിയത്. ഒരേ സ്ഥലത്ത് കാക്കപ്പള്ളി എന്താ പറയാ അനാമിക. അങ്ങനെ SM എന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ വേഗം സ്റ്റേഷനിൽ വന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ കുറേ നേരം അവിടെ വർത്തമാനം പറഞ്ഞിരുന്നു. പിന്നെ പഴയ ഫോട്ടോസ് ഇങ്ങനെ കുറേ കണ്ടിരുന്നിട്ട് അഭിനയൻ്റെ പക്ഷെ കുറച്ചും കൂടി നല്ല അത് അത്ര കട്ടിയിൽ വെച്ചിട്ട് കുറച്ചും കൂടി ഷേപ്പ് രസം. അപ്പോൾ ഈ വ്ളോഗ് ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.